ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ബട്ടർ സ്കോച്ച് കേക്കാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പോൾ റെസിപ്പിയിലോട്ട് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബട്ടർസ്കോച്ച് എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ആയിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ബാക്കി കൂടി ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പം നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരിച്ചിടണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇവിടെ നന്നായിട്ട് ഞാൻ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 3/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ടൊരു 3 തുള്ളി യെല്ലോ ഫുഡ് കളർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒരിക്കൽ കൂടി ഒന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ കേക്ക് ടിന്നിലോട്ട് മാറ്റാം. ഇതിനകത്തോട്ട് നന്നായിട്ട് അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കേക്ക് ടിന്നകത്ത് നന്നായിട്ട് ഇതിനെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്. എയർ ബബിൾസ് ഒന്നും വരാതിരിക്കാനാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് വെക്കുന്നത്. ഇനി ഇതിനെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്കൊരു സ്റ്റാൻഡ് ഇറക്കി വെക്കാം. ഏകദേശം ഞാനിവിടെ ഒരു 15 മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഈ കേക്ക് ടിന്നിനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മൂടി വെക്കണം. എയർ ടൈറ്റ് ആയിരിക്കണം. ഇനി നമുക്കിതിനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20-25 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ.
പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു 250 ഗ്രാം ml കപ്പാണ്. അതിൽ ഒരു 1/4 കപ്പ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഷുഗർ ഇവിടെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇതിനെ കാരമലൈസ് ചെയ്യേണ്ടത്. തീ കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നോക്കാം, നമ്മുടെ ഷുഗർ ഏകദേശം ഇങ്ങനെ മെൽറ്റായി വരുന്നുണ്ട്. ഷുഗർ ഏകദേശം ഇവിടെ കാരമലൈസായി. ഇനി ഇതിനകത്ത് ഞാനൊരു 1/4 പോർഷൻ ബട്ടർ ചേർക്കുകയാണ്. അതായത് 100 ഗ്രാം ബട്ടറിൻ്റെ 1/4 പോർഷൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിൽ ഇരുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് തണുക്കും തോറും ജസ്റ്റ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള പ്രളയൻ ഒന്ന് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരണം. ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കേണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ ഷുഗർ നന്നായിട്ട് കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ അതിനായിട്ട് ബദാമും അതുപോലെ തന്നെ കാഷ്യൂവും കപ്പലണ്ടിയും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇതിനെ ഒരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. ഇത് കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും അങ്ങ് ഓട്ടോമാറ്റിക്കലി അങ്ങ് സെറ്റായിക്കോളും. അതങ്ങനെ പിടിച്ചിരിക്കത്തൊന്നുമില്ല. നമുക്കതിനെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ. ഇവിടെ ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ പ്രളയനെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ഇതെല്ലാം ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് ഒടിച്ചൊടിച്ചെടുക്കാം. നമ്മുടെ പ്രളയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് പഞ്ചസാര ചേർത്തിട്ടില്ലായിരുന്നു. മധുരം ആവശ്യമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടി ചേർക്കാവുന്നതാണ്. ഇതിൽ നേരത്തെ പോലെ ഞാൻ ഒരു 3 തുള്ളി ഫുഡ് കളർ കൂടി ചേർക്കുകയാണ്. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു 15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റിയിടാം. ഇനി നമുക്ക് ഈ കേക്കിനെ 3 കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ 3 ലെയേഴ്സ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് ഷുഗർ സിറപ്പിന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലും നന്നായിട്ട് സ്പ്രെഡ് ആവത്തക്ക രീതിയിൽ നന്നായിട്ട് ഈ ഷുഗർ സിറപ്പിനെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കേക്ക് ബോർഡ് വെച്ചിട്ടില്ല. വീട്ടിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാനൊരു പ്ലേറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത ലെയർ നമുക്ക് സെറ്റ് ചെയ്യാം. അതിലും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ലെയറും വെച്ചു. ഇനി അതിനെ ഫ്രോസ്റ്റ് ചെയ്യാണ്. നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്ത് നമുക്കിതിനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഏകദേശം ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പ്രളയൻ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർസ്കോച്ചിൻ്റെ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർസ്കോച്ച് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി എന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.